ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബി വീട്ടിൽ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അനീഷിനെയാണ് വിളിക്കുന്നത്. അനീഷ് നമ്മുടെ അനുമോളെയും നെവിൻ്റെ ആദിലയുടെയും പേരാണ് പറയുന്നത്. അതിനുശേഷം ഓരോരുത്തരായി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അധിക പേരും അനീഷിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ആ ഒരു ടാസ്കിൽ അനീഷ് കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് എടുത്തു പറയുന്നത്. പിന്നെ നെവിന് ടാസ്കിൽ ഫുള്ളും ഈ ഒരു തിന്നലും ഉറക്കവും മാത്രമാണ് നെവിൻ്റെ പണി അല്ലേ? നമ്മളും കാണാറുണ്ടല്ലോ, അനുമോളും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജിസൈൽ വന്നിട്ട് പറയുന്നുണ്ട്, നെവിനെയാണ് പറയുന്നത്. നെവിനും ഇതുപോലെ തന്നെ ജിസൈലിൻ്റെ ഫുഡ് എടുത്ത് തിന്ന കഥയാണ് പറയുന്നത്. നെവിൻ അവിടെ ഫുള്ളും ഉടായ്പ് കളിയാണ് കളിക്കുന്നത്. പിന്നെ നമ്മുടെ ആദില നൂറ വന്നിട്ട് പറയുന്നുണ്ട്, അനീഷിൻ്റെ കാര്യമാണ് പറയുന്നത്. അനീഷിനെ ജയിലിലേക്ക് വിടണമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനീഷ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി അത് കുറച്ച് കടന്ന കൈ തന്നെ ആയിപ്പോയി. ടാസ്കിൽ ഇത്രത്തോളം ദേഷ്യം പാടില്ല എന്ന് അനീഷിന് അറിയില്ല. അനീഷിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. ശരിയാണ്, ആ ഒരു ബോട്ടിലിൽ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഉണ്ടാക്കിയ സാധനങ്ങൾ മൊത്തത്തിൽ വേസ്റ്റല്ലേ? അത് അനീഷ് ചിന്തിച്ചില്ല. അനീഷ് നല്ലൊരു പ്ലെയറാണ്. പക്ഷേ അനീഷ് ആ ഒരു സമയത്ത് കണ്ടപ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോയി. അനീഷിന് ഇങ്ങനൊരു മുഖമുണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിട്ടില്ലേ. പിന്നെ നൂറ പറയുന്നത് ആദിലയാണ്. ആദിലയുടെ പേരാണ് നൂറ പറയുന്നത്. പിന്നെ ആദിലയെ ജയിലിൽ അടയ്ക്കണമെന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തിരിച്ചു വരട്ടെ എന്നാണ് നൂറ പറയുന്നത്. അപ്പോൾ അനുമോളും ആദിലയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ദേഷ്യം കൂടുതലാണ്. വിചാരിച്ച പോലെയല്ല ആതിര, എല്ലാ കാര്യത്തിനും കടുംപിടുത്തമാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് ദേഷ്യം കുറയ്ക്കണം. അപ്പോൾ ജയിലിൽ പോയാൽ നന്നാവുമെന്നാണ് നൂറയുടെ വാദം. അങ്ങനെ അനീഷിനെയും ആദിലയുമാണ് നൂറ നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോരുത്തരായി ഓരോരുത്തരുടെ പേരുകൾ പറയുന്നുണ്ട്. അധിക പേരും പറയുന്നത് നമ്മുടെ അനീഷാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മുടെ അനീഷ് ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്.